നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ പേരിന് വളരെയധികം നീളമുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ആ ഒരു മേഖലയിൽ നിന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ നിത്യജീവിതത്തിൽ അല്ലാത്ത പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതുണ്ട്. പിന്നെയോ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ശരാശരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അത് നമുക്ക് എത്രയോ അപ്പുറത്താണ് ഒരു പ്രത്യേക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ വക കാര്യങ്ങളിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് എത്തി നോക്കാം, അല്ലെ? അതായത് ഈ സൈബർ നിയമങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഭരണഘടന എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന ഒന്നല്ല. ഇത് പിന്നീട് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ആ കാര്യങ്ങൾക്ക് തത്തുല്യമായ രീതിയിൽ, അതായത് കുറ്റകൃത്യങ്ങൾ നടത്തപ്പെടുമ്പോൾ ആ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാവിധികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലും, അതേപോലെ CRPC എന്ന് പറയുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലും, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലുമൊക്കെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ അന്ന് മെക്കാളെ സാഹിബ് ഇത് എഴുതിയ സമയത്ത് ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് കേട്ട് കേൾവി പോലും ഇല്ല. ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു യുഗം തുടങ്ങിയത് തന്നെ 1980കളുടെ ഒടുവിലാണ്. 2000-ന് ശേഷമാണ് ഇത് റോക്കറ്റ് വേഗതയിൽ കുതിച്ചു പോകുന്നതും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്ത ഒരു മേഖല ഈ ലോകത്ത് തന്നെ ഇല്ലാതെ ആയത്. അതുകൂടി എന്തായി, ഈ സൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തിലൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഈ സൈബർ നിയമം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണെന്നും അത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ശിക്ഷ എന്ന് പറയുന്നത് നൽകണം എന്നുള്ളൊരു വ്യവസ്ഥ ഇവിടെ വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ നമ്മൾ പറയുന്നത് സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സൈബർ ക്രൈംസ് എന്ന പേരിലാണ്. അപ്പോൾ സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സൈബർ നിയമങ്ങളെയാണ്. അപ്പോൾ ഈ സൈബർ നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്നൊരു ഏഷ്യയിലെ രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണത്? അത് സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യമാണ്, അല്ലെ? അപ്പൊ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് നിലവിൽ വന്ന രാജ്യം എന്ന് പറയുന്നത് എവിടെയാണ്? അത് സിംഗപ്പൂരിലാണ്, അല്ലെ? ഈ സിംഗപ്പൂരിനെ നമ്മൾ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്ന രീതിയിലാണ് പറയുന്നത്. പുരോഗതിയുടെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വികസ്വര രാജ്യമായ നമ്മുടെ രാജ്യമായ ഇന്ത്യ, ആ ഇന്ത്യയാണ് ദക്ഷിണേന്ത്യയിൽ ഈ നിയമം ആദ്യമായിട്ട് വന്ന രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലാണ് ഈ നിയമം വന്നത്, അല്ലെ? അപ്പോൾ ഇത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ നിയമം വന്ന രാജ്യം എന്ന് പറയുന്നു. നമ്മൾ ഈ അധികാരങ്ങളെ പലപ്പോഴും എന്താ പറയുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഒക്കെ നമ്മൾ ഇങ്ങനെ പെടും, അല്ലെ? അത് വീതം വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പവർ കൊണ്ട് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഒരു വിഷയം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അന്തിമമായിട്ട് വരുന്ന തീരുമാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെതായിരിക്കും. അതിന് നമ്മൾ പറയുന്ന ഒരു റെസിഡ്യൂവറി പവർ എന്നാണ് പറയുന്നത്, അവശിഷ്ട അധികാരം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊന്നിലും പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കേന്ദ്രത്തിന്റെ അന്തിമ അധികാര വിധിക്കായിട്ട് സമർപ്പിച്ചു കൊള്ളുന്നു. അതിനെയാണ് നമ്മൾ റെസിഡ്യൂവറി പവർ അഥവാ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തു നിന്നുമാണ് ഈ റെസിഡ്യൂവറി പവർ എന്ന് പറഞ്ഞൊരു ആശയം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിയമാനുസൃതമായിട്ട് അതേപോലെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഇലക്ട്രോണിക് ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ നടത്തുകയും അതേപോലെ തന്നെ ഈ പറയുന്ന സൈബർ രംഗത്തെ കുറ്റകൃത്യങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന സൈബർ നിയമങ്ങൾ എന്ന് പേരിട്ടുണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു ഭരണഘടന, അതായത് ഇന്റർനെറ്റ് ലോകത്തെ ഭരണഘടനയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് സൈബർ നിയമങ്ങൾ അല്ലെങ്കിൽ സൈബർ ലോസ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ രാജ്യത്തും ഒരു ഇന്റർനെറ്റ് നിയമം വന്നു. ആ നിയമത്തിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അത് 2000 ആണ്ടിലാണ് എഴുതപ്പെട്ടത്, 2000 ആണ്ടിലാണ് ഇത് പാസ്സാക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന പേരിലല്ല കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന പേരിലാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇത് നിലവിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് ചർച്ചകൾ നടക്കും. എവിടെയൊക്കെയാ? നമ്മുടെ രാജ്യസഭയിൽ ചർച്ച നടക്കും, ലോക്സഭയിൽ ചർച്ച നടക്കും. അതേപോലെ തന്നെ ഈ ഇന്റർനെറ്റ് ലോകത്തെ വിചക്ഷണന്മാരോടുള്ള പാണ്ഡിത്യമുള്ള ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് ചേർന്ന് ഒരുപാട് ചർച്ചകൾ നടത്തും. അത്തരം ചർച്ചകൾക്കൊടുവിൽ 13 ചാപ്റ്ററുകളോട് കൂടിയിട്ട്, അല്ലെ, 13 ചാപ്റ്ററുകളോട് കൂടിയിട്ട് അതേപോലെ 4 പട്ടികകളോട് കൂടിയിട്ട്, 4 പട്ടികകളും 13 ചാപ്റ്ററുകളും 94 സെക്ഷനുകളുമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നിയമം നിലവിൽ വരികയാണ്. ആ നിയമമാണ് IT ആക്ട് 2000 എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓർക്കുക, 4 പട്ടികകൾ അഥവാ 4 ഷെഡ്യൂളുകൾ, 13 അധ്യായങ്ങൾ. 13 അധ്യായം എന്ന് വെച്ചാൽ 13 ചാപ്റ്ററുകളാണ്. 94 സെക്ഷൻസ് അഥവാ 94 വകുപ്പുകളുമായിട്ട് ഈ നിയമം നിലവിൽ വരികയാണ്. അങ്ങനെ നിലവിൽ വന്നത്
ഒക്ടോബർ മാസം 17-ാം തീയതിയാണ്. 2000 ആണ്ടിൽ ഒക്ടോബർ മാസം 17-ാം തീയതി ഈ നിയമം നിലവിൽ വരുമ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വരികയാണ് ഉണ്ടായത്. എന്നാൽ കാലത്തിനനുസരിച്ച് കോലം മാറണം എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ടൊരു നിയമം വന്നു കഴിയുമ്പോൾ അതിൽ കുറേയധികം പോരായ്മകളും പഴുതുകളും എല്ലാം ഉണ്ടാവും. അതനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, ഈ നിയമത്തെ നമുക്കൊന്ന് ഭേദഗതി ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ടായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ ഭേദഗതി ചെയ്തു. ആ ഭേദഗതി എന്ന് പറയുന്നത് 2008-ലാണ് നമ്മൾ ഭേദഗതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അമെന്റ്മെന്റ് ആക്ട് 2008 എന്ന പേരിലും അറിയപ്പെടുന്നു. ഓർക്കുക, ഇൻഫർമേഷൻ ടെക്നോളജി അമെന്റ്മെന്റ് ആക്ട് 2008 എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഏതറിയപ്പെടുന്നുണ്ട്? ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് എന്നാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ കുറെ ചർച്ചകളും ഭേദഗതികളൊക്കെ നടന്നതിന് ശേഷം ഒക്ടോബർ മാസം 27-നാണ്. 2009 ഒക്ടോബർ മാസം 27-നാണ് നിലവിൽ വരുന്നത്. ഓർക്കുക, ആദ്യത്തെ നിയമം നിലവിൽ വരുന്നത് എന്നായിരുന്നു? 2000 ഒക്ടോബർ 17-നാണെന്നുണ്ടെങ്കിൽ ഈ അമെന്റ്മെന്റ് ആക്ടിന് ശേഷം വരുന്നത് ഒക്ടോബർ 27, 2009-ലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്നപ്പോൾ ഈ പുതുക്കിയ നിയമത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ പട്ടികകളുടെ എണ്ണം കുറഞ്ഞു. 2 കുറഞ്ഞ് 2-ലോട്ട് വരികയും, അല്ലെ, 4 പട്ടിക എന്നുള്ളത് 2 പട്ടികയായിട്ട് വന്നു. ചാപ്റ്റർ 1 കൂടി 13 എന്ന് പറഞ്ഞ ചാപ്റ്റർ 14 എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് മാറ്റപ്പെട്ടു. അതിനുശേഷം സെക്ഷനുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായി. സെക്ഷനുകൾ എത്രയാണ് വർദ്ധിച്ചത്? സെക്ഷനുകൾ 94 എന്നുള്ളത് 30 എണ്ണം കൂടിയിട്ട് 124 സെക്ഷനായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ITയുടെ അമെന്റ്മെന്റ് ആക്ടിലെ നിയമപ്രകാരം 2 പട്ടികകള്, 14 ചാപ്റ്ററുകള്, അതേപോലെ 124 സെക്ഷനുകൾ എന്ന നിലയിലാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ എന്താണ്, ഈ സൈബർ ലോകത്തെ നിയമലംഘനങ്ങളെ കുറിച്ചും അതിന്റെ ശിക്ഷകളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു നിയമം ഉണ്ട്. അതാണ് ഈ സൈബർ നിയമം എന്ന് പറഞ്ഞു. ആ സൈബർ നിയമം പ്രതിപാദിക്കുന്നത് ഏത് അധ്യായത്തിലാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ പേരാണ് ചാപ്റ്റർ 9 എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ആ ചാപ്റ്റർ 9-ലാണ് സൈബർ ലോകത്തുണ്ടാകുന്ന ആ കുറ്റങ്ങളും അതിനുള്ള പിഴകളും ശിക്ഷകളെയും കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന, അല്ലെ, നിയമലംഘനത്തെ കുറിച്ചും ശിക്ഷാവിധികളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത് ഈ പറയുന്ന 11-ാമത്തെ സെക്ഷനാണെന്ന് നമുക്കറിയാം. ഇനി അതേപോലെ വിവിധ തരം കുറ്റകൃത്യങ്ങളും, അല്ലെ, വിവിധ തരം കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 11-ആണെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 9 എന്ന് പറഞ്ഞൊരു വകുപ്പ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സൈബർ ലോകത്തുള്ള കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയണം, അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുമായി ബന്ധമുള്ള സാധന സാമഗ്രികൾ അറിയാലോ എന്തൊക്കെയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കൊള്ളട്ടെ, മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നു. അത് വാസ്തവം തന്നെയാണ്, അല്ലെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ പൊതുവായി വിശേഷിപ്പിക്കുന്ന പേരാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് നമ്മൾ ഓർത്തേക്കുക. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ആ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഉപാധികൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ ക്രൈംസ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള സൈബർ ക്രൈംസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള സൈബർ ക്രൈംസ് എന്ന് അറിയണം, അല്ലെ. വ്യക്തികൾക്ക് എതിരായി നടത്തപ്പെടുന്ന സൈബർ ക്രൈംസ് ഉണ്ട്. ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുക, വ്യക്തിയെ ബോധപൂർവം അപമാനിക്കുക മുതലായ ലക്ഷ്യങ്ങളോടുകൂടി നടത്തപ്പെടുന്ന സൈബർ ക്രൈംസും ഉണ്ട്, അല്ലെ. ഇനിയോ സ്വത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ടല്ലോ. സ്വത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. സ്വത്ത് എന്താണ്? നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഇല്ലാതെയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പ്രോപ്പർട്ടിക്ക് എതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്, അല്ലെ. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എന്ത് പറയാൻ പറ്റും? ഭരണകൂടം, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റിനെ നെഗറ്റീവ് ആക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറ്റകൃത്യങ്ങൾ പല ആളുകൾ നടത്തുന്നുണ്ട്. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഓർക്കുക, വ്യക്തിക്കെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സ്വത്തിനെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, ഗവൺമെന്റിന് എതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് വ്യക്തിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തി അത് നടക്കുന്നത് ഈ സൈബർ ലോകത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൈബർ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരാളുടെ സ്വകാര്യതയിൽ ഇടപെടുക, അല്ലെ, അതേപോലെ തന്നെ ആൾമാറാട്ടം നടത്തുക, മറ്റൊരാളുടെ പേരിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുക, എന്നിട്ട് ഒരാളെ ശല്യപ്പെടുത്തുക. അപ്പൊ ഈ വക പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കും? ഒരാളുടെ സ്വകാര്യതയിൽ ഇടപെടുക എന്ന് പറയുന്നു. സ്വകാര്യതയിൽ ഇടപെടുക എന്നതിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഐഡന്റിറ്റി തെഫ്റ്റ്, അതായത്
ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള പേര്, അല്ലെ, അയാളുടെ ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് എന്നിവയൊക്കെ അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാൾ എന്ത് ചെയ്യാണ്, തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആ പരിപാടികളെയാണ് നമ്മൾ സ്വകാര്യ വിവരങ്ങളുടെ മോഷണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജുകളൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ ഇന്ന ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നമ്മൾ പാവം പൊട്ടന്മാർ എന്ത് ചെയ്യുന്നു, അറിയാതെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളാണെന്നുള്ള വ്യാജേനെ ആ ഐഡി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഈ പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞ എന്താണ്, സ്വകാര്യ വിവരങ്ങളുടെ മോഷണം വഴി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ, സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ, അതായത് ഇപ്പൊ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തി ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ഫേക്ക് ഐ ഡി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇപ്പൊ എന്റെ പേരിൽ തന്നെ മറ്റൊരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ ഐ ഡി എന്റെ ഫോട്ടോ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ കണ്ടു കാണും, അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ളതൊക്കെ കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്, അല്ലെ. പിന്നെയോ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് അയാളുടെ പണം മോഷ്ടിക്കുന്ന പരിപാടിയുണ്ട്. OTP ഒക്കെ എന്ത് ചെയ്യുന്നു, തട്ടിയെടുത്തിട്ട് പണം മോഷ്ടിക്കുന്ന പരിപാടിയൊക്കെ ഇല്ല. ഇതൊക്കെ ഈ സൈബർ ലോകത്തെ വ്യക്തികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്, അല്ലെ. പിന്നെ ശല്യപ്പെടുത്തുന്ന പരിപാടിയാണ്. എന്താണ് ശല്യപ്പെടുന്ന പരിപാടി? ഏതെങ്കിലുമൊക്കെ വിശിഷ്ട വ്യക്തികളെ പറ്റിയിട്ടാണ് ട്രോളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇറക്കുക. അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളും ഇമെയിലും ഒക്കെ എന്ത് ചെയ്യുന്നു, അയാളുടെ മതത്തെപ്പറ്റി, ജാതിയെപ്പറ്റി, ഭാഷയെപ്പറ്റി, ആൺപെണ്ണം എന്നുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്താണ്, ഈ പറയുന്ന ആ വ്യക്തിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യത്തെ പറ്റി പറയുന്നതാണ്. ഇത്തരത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരാളെ ശല്യപ്പെടുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിക്ക് നമ്മൾ പറയുന്നവരാണ് സൈബർ സ്റ്റോക്കിംഗ് എന്നാ പറയുന്നത്. സൈബർ സ്റ്റോക്കിംഗ്, അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരാളെ ശല്യപ്പെടുത്തുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർനെറ്റ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇതാണ് വ്യക്തിക്കെതിരായിട്ടുള്ള അക്രമങ്ങളിൽ സൈബർ അക്രമങ്ങളിൽ പെടുന്നത് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞത് പെടുന്നുണ്ട്, അല്ലെ. ഇത് നമ്മൾ നോക്കിയാൽ ആൾമാറാട്ടം, അതുപോലെ വഞ്ചന മുതലായ കാര്യങ്ങൾ നടത്തുന്ന പരിപാടികളും ഇവിടെയുണ്ട്, ഇന്റർനെറ്റിലുണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ അജ്ഞാത സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓൺലൈനിൽ ഒരാൾ മറ്റൊരാളായിട്ട് നടിക്കുന്നു. അതാണ് ആൾമാറാട്ടം. ഇപ്പൊ ഞാനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്റെ ഐഡിയും വിലാസങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് ആൾമാറാട്ടം, വഞ്ചന എന്നൊക്കെയുള്ള പേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയും, അല്ലെ. പ്രൈവസി, അതായത് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന പരിപാടിയുണ്ട്, അല്ലെ. ഇമെയിലുകളിലൊക്കെ വഴി പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ സ്വകാര്യതയിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇങ്ങനെ സ്വകാര്യത നഷ്ടപ്പെടുന്ന പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് എന്താണ്, വ്യക്തിക്കെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അന്നീ അതേപോലെ എന്തായിരിക്കും, അശ്ലീല വസ്തുക്കൾ നമുക്ക് കാഴ്ചയിലും അതുപോലെ തന്നെ കേൾവിയിലും ഒക്കെ അസുഖകരമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അശ്ലീല വസ്തുക്കളുടെ വ്യാപനം എന്ന് പറയുന്നത്. അതായത് ഈ നിരോധിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ അതിനകത്ത് പ്രവേശിക്കുക, അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അത്തരത്തിലുള്ള ആ അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ വ്യക്തികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം എന്ന രീതിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ വ്യക്തികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർക്കുക. എന്തായിരിക്കാം, സ്വകാര്യ വിവരങ്ങളുടെ മോഷണം നടത്തുന്നു. എന്റെ കംപ്ലീറ്റ് ഐ ഡി മോഷ്ടിച്ചിട്ട് ഞാനാണെന്ന വ്യാജേന എന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ എന്തായിരിക്കും മെസ്സേജ് അയച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, ആ പരിപാടി ഇതിൽ വിടും. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇതാണല്ലേ. എന്റെ ഒരു മെസ്സേജ് ചെല്ലുന്ന ഒരു സുഹൃത്തിന് ഒരു 15,000 രൂപ വേണമെന്ന് പറയുന്നു. എന്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ല, അവരങ്ങോട്ട് അയച്ചു കൊടുക്കും, അല്ലെ. അപ്പൊ അങ്ങനെ നടത്തുന്ന തട്ടിപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ആൾമാറാട്ടവും വഞ്ചനയുണ്ട്. അപ്പം ഓൺലൈനായിട്ട് ആൾമാറാട്ടം നടന്ന പരിപാടിയുണ്ട്. പിന്നെ സ്വകാര്യത ലംഘിക്കുക, നമ്മുടെയൊക്കെ പടങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്ന അങ്ങനെ ഷെയർ ചെയ്യുന്ന പരിപാടികൾ, തന്നെയോ അശ്ലീല വസ്തുക്കൾ വ്യാപിപ്പിക്കുക, ഇതൊക്കെ എന്താണ്, ഒരു വ്യക്തിക്കെതിരായിട്ട് നമ്മൾ കുറ്റകൃത്യങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ നോക്കിയാൽ സ്വത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, അല്ലെ. സ്വത്തിന് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. അപ്പൊ എന്താണ് സ്വത്തിനെതിരായിട്ട് നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ എന്നറിയണം, അല്ലെ. സ്വത്തിന് എതിരായിട്ട് നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ്, അല്ലെ. സ്വത്തിനെതിരായി നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, സ്വത്തിനെതിരായി നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ, അല്ലെ. സ്വത്തിനെതിരായിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം, അല്ലെ. അങ്ങനെ നോക്കിയാൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെ. ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഭൗതിക സ്വത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡ്, ഭൗതിക സ്വത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, അല്ലെ. അത്തരത്തിലുള്ള സ്വത്തുക്കൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ല. ഇതൊക്കെ അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് സ്വത്തിനെതിരെ. സമ്പത്ത് തട്ടിപ്പ് നടത്തുന്ന പരിപാടികൾ, അതാണിത്. ഇതെങ്ങനെ ചെയ്യുന്നത്, ഹാക്കിംഗ് വഴി ചെയ്യാൻ പറ്റും. അതേപോലെ സോഫ്റ്റ്വെയർ മോഷണം നടത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. വസ്തുവകകൾ മനഃപൂർവ്വം നശിപ്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. സൈബർ ഇടങ്ങളിൽ നുഴഞ്ഞുകയറ്റം നടത്തുന്ന പരിപാടി മൂലം ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് നമ്മൾ ഈ പറയുന്ന സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കുറ്റകൃത്യം നമുക്കറിയാം, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ക്രെഡിറ്റ് കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് നമുക്കറിയാം എന്തായിരിക്കാം, അനുവാദമില്ലാതെ മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡിലെ വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇത് പണം എടുക്കും.
ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം എടുക്കും അല്ലെ, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ക്രെഡിറ്റ് കാർഡ് വഴി അങ്ങോട്ട് പണം കൊടുക്കുന്നു. ഇതാണ് ക്രെഡിറ്റ് കാർഡിന്റെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് അടിച്ചു മാറ്റുക, എന്നിട്ട് ആ അടിച്ചു മാറ്റുന്ന പരിപാടി എന്നിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പരിപാടി എന്ന് വെച്ചാൽ ബൗദ്ധിക സ്വത്തവകാശം മോഷണം എന്ന് പറയും. ബൗദ്ധിക സ്വത്തവകാശം പകർപ്പവകാശം എന്ന് പറയുന്ന സാധനം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അഥവാ പകർപ്പ് അവകാശ ലംഘനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പേരിട്ട് വിശേഷിപ്പിക്കാവുന്ന അല്ലെ, പകർപ്പവകാശ ലംഘനം എന്നൊക്കെ നമുക്ക് പറയാവുന്ന കാര്യമാണത്. അതായത് വ്യാപാര മുദ്ര, കുത്തകാവകാശങ്ങൾ, ഇതൊക്കെയാണ് ഈ പറയുന്ന സ്വത്ത് മോഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. പിന്നെയോ ഇന്റർനെറ്റ് സമയമോഷണം എന്ന് പറയുന്നുണ്ട്, ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾക്കുള്ള ഇന്റർനെറ്റ് സൗകര്യം എന്ന് പറയുന്നത് മറ്റൊരാൾ അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് സമയമോഷണം എന്ന് പറയുന്നത്. ഇതുമൂലം സംഭവിക്കുന്ന എന്താണ്, യഥാർത്ഥത്തിൽ പണം മുടക്കി ഇന്റർനെറ്റ് മേടിച്ചു വെച്ചിരിക്കുന്ന ആൾക്ക് അത് നഷ്ടപ്പെടുന്നു. അയാൾക്ക് ഇപ്പൊ ഒരു 50 GB ആ ഒരു മാസത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അതിക്രമിച്ച് വന്നിട്ട് വൈഫൈ മോഷ്ടിക്കുന്നു, വൈഫൈയുടെ പാസ്വേഡ് മോഷ്ടിക്കുന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഇത് മോഷ്ടിച്ച് ഉപയോഗിക്കുന്നു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിലപ്പോൾ വല്ല 10 GB വലുതായിരിക്കും, 40 GB അയാൾ ഉപയോഗിക്കുന്നു അല്ലെ. ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്റർനെറ്റ് സമയം മോഷണം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഹാക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് അല്ലെ. ഹാക്കിംഗ് എന്താണ് ഹാക്കിംഗ് എന്ന് നമുക്കറിയാം. അതായത് ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അകത്ത് കടന്നിട്ട് അതിനെ തകർക്കുക അല്ലെങ്കിൽ അതിൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്നവരാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ എന്ത് ചെയ്യുകയാണ്, ചോർത്തിയെടുക്കുന്നു. എങ്ങനെ, ആ കമ്പ്യൂട്ടറിന്റെ സുരക്ഷ ഭേദിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സൈബർ സുരക്ഷാ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളും അതേപോലെ സൈബർ ലോകത്തെ കുറ്റവാളികളും ഈ പരിപാടി നടത്താറുണ്ട്. ഒരു സോഫ്റ്റ്വെയർ കണ്ടെത്തി കഴിയുമ്പോൾ ആ സോഫ്റ്റ്വെയറിന്റെ പഴുതുകൾ എന്തെല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു, കുറച്ച് ഹാക്കർമാരെ നിയോഗിക്കും അതിന്റെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏതെങ്കിലും പ്രധാനപ്പെട്ട സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ പ്രധാനപ്പെട്ട സൈറ്റുകളിലുള്ള വിവരങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർ വഴി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ദോഷവശങ്ങൾ ഉള്ള ഹാക്കർമാരുണ്ടല്ലോ അവരുപയോഗിച്ച് അവിടെ ഈ ഹാക്കിംഗ് നടത്താറുണ്ട്. ഹാക്കർമാരെന്ന് പറയുന്ന ആൾക്കാരെന്താണ്, വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കടന്നിട്ട് ആ വിവരങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 3 രീതിയിലുണ്ടെന്നാ പറയുന്നത്. ഒന്ന് വൈറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നുണ്ട്. അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നവര് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് കുറെ കാര്യങ്ങൾ അറിയണം. നമ്മളെ ചുറ്റുപാടുമുള്ള ശത്രു രാജ്യങ്ങള്, ആ ശത്രു രാജ്യങ്ങള് നമുക്കെതിരായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സൈബർ സെല്ല് വഴി അല്ലെങ്കിൽ സൈബർ മേഖല വഴി നടത്തുന്നു എന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റുകളിൽ നുഴഞ്ഞു കയറി ഹാക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. പിന്നെയോ നമ്മളുടെ ആ ഒരു പുതിയ സോഫ്റ്റ്വെയർ എന്തെങ്കിലും നമ്മുടെ രാജ്യം പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പോരായ്മകൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയും ഹാക്കിംഗ് സാധ്യമാക്കിയേ പറ്റുള്ളൂ. അപ്പൊ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പൊതുജന നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഹാക്കിങ്ങുകളെ അല്ലെങ്കിൽ ആ ഹാക്കർമാരെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇനി മറ്റൊരു തരം ഹാക്കേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് നല്ലവരാണെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നവർ ആരാണ്, അവര് മോശമാണ്, അവർ കുറ്റവാളികളാണ്. അവർക്ക് വേണ്ടുന്നത് എന്താണ്, വിവരങ്ങളാണ് വേണ്ടുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ അത് അവർക്ക് വേണം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ രഹസ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതവർക്ക് വേണം. അത് തകർക്കുക, ആ സിസ്റ്റത്തെ മുച്ചൂടും മുടിച്ചു കളയുക, അങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഇല്ലാതാക്കുക എന്ന രീതിയിൽ ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അതായത് ഉപദ്രവത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തെയോ ഒരു കമ്പനിയെയോ ഒരു രാജ്യത്തെയോ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഹാക്കിംഗ് നടത്തുന്ന പ്രക്രിയകളും ആ ഹാക്കിംഗ് പ്രക്രിയയ്ക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് ബ്ലാക്ക് ഹാക്കിംഗ് ആൻഡ് ബ്ലാക്ക് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പേരിട്ടുണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നവർ. അതായത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിന്റെയും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെയും ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ. നല്ലവനാണോ എന്ന് ചോദിച്ചാൽ നല്ലവനാണ്, എന്നാൽ മോശക്കാരനാണോ എന്ന് ചോദിച്ചാൽ മോശക്കാരനുമാണ്. നല്ലവൻ, മോശക്കാരൻ, ഇതിന്റെ രണ്ടിന്റെയും സമ്മിശ്ര രൂപമാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്നവരും അതുപോലെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ കൂടെ നിൽക്കുന്നവരും. ഇവർ നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നതാണ് കറുപ്പിന്റെയും വെളുപ്പിന്റെയും കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവന്റെ തലയിരിക്കുന്ന തൊപ്പി കറുപ്പുമല്ല വെളുപ്പുമല്ല ഒരു മാതിരി ചാര നിറത്തിലുള്ള തൊപ്പിയാണ്. അതായത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളിയല്ല. അവരെന്ത് ചെയ്യും, ആദ്യം നല്ല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കും, പിന്നെ മോശം കാര്യങ്ങൾക്കും കൂടെ നിൽക്കും. അവന് വലിയ എത്തിക്കൽ ഒന്നും പറയുന്ന സാധനമൊന്നുമില്ല. 2 രീതിയിലേക്ക് പോകും. പണം കിട്ടിയാൽ അവൻ എങ്ങോട്ടും മറിയുന്നൊരുത്തനാണ്. അതായത് ആദ്യം എത്തിക്കൽ ഹാക്കറായിട്ട് നിന്നുകൊണ്ട് എത്തിക്കൽ ടീമിന്റെ ഗവൺമെന്റ് ടീമിന്റെ നല്ല വിശ്വാസമുള്ളവനായിരിക്കും. എന്നാൽ ഇപ്പുറത്ത് കാശ് മേടിച്ചുകൊണ്ട് ഈ പറയുന്ന അതായിരിക്കാം ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ ആ ആളായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്താണ് ഈ അധോലോകവുമായിട്ട് ബന്ധം കാണും. അപ്പൊ ഗവൺമെന്റിന്റെയും അധോലോകത്തിന്റെയും
ബന്ധു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇത്തരത്തിലൊരു സാമൂഹികമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള സന്ദേശം കൈമാറാനുള്ള ഒരു ശ്രമത്തിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാക്ക് ആക്ടിവിസം എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെ? ഹാക്ക് ആക്ടിവിസം അല്ലെങ്കിൽ ഹാക്ടിവിസം എന്ന പേരിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തില് ഈ ഹാക്കിംഗ് പ്രക്രിയ നടത്തുന്ന ആൾ അറിയപ്പെടുന്ന ഒരു ഹാക്ക് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഹാക്ടിവിസ്റ്റ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഹാക്ക്, ആക്ടിവിസം എന്നീ പദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പേരാണ് ഹാക്ടിവിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് പാസ്വേഡ് ക്രാക്കിങ്ങിലൂടെയും ഉള്ളടക്കങ്ങളിൽ മാറ്റം വരുത്തുന്നതിലൂടെയും എന്താണ് വെബ്സൈറ്റുകൾ ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 3 ടീമുകൾ വഴിയാണ് എന്ന് കൂടി ഓർത്തേക്കുക കേട്ടോ. ഇനി നമ്മൾ ഓർക്കേണ്ടുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അറിയാവോ, ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള സൈബർ ക്രൈംസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ട് സൈബർ ക്രൈംസ് ധാരാളം വരുന്നുണ്ട് എന്ന് ഓർത്തേക്ക്. അതായത് സൈബർ ഭീകരത, അല്ലെ? അതല്ലെങ്കിൽ വെബ്സൈറ്റുകൾ വികൃതമാക്കുന്ന പ്രക്രിയ, അതേപോലെ തന്നെ ഈ ഗവേണൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ചുടും മുടിച്ചു കളയുന്ന പരിപാടികൾ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഗവൺമെന്റിന് എതിരായിട്ടുള്ള ആ ഒരു സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് സൈബർ ഭീകരത, സൈബർ ടെററിസം എന്ന് പറയുന്നു. പിന്നെ വെബ്സൈറ്റുകൾ വികൃതമാക്കുന്ന പ്രക്രിയ, അല്ലെ? ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ സിസ്റ്റത്തെ തടസ്സപ്പെടുന്ന പ്രക്രിയ. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗവൺമെന്റിന് എതിരായി നടത്തപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ് ഇത് എന്നാണ് നമ്മൾ പൊതുവെ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ ആദ്യത്തെ സൈബർ ഭീകരത എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? സൈബർ ഭീകരത എന്ന് പറയുന്ന കാര്യം എന്താണ്? സൈബർ ഭീകരത അറിയാമോ? സൈബർ ഭീകരത ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, അല്ലെ? ന്യൂക്ലിയറിലെ പവർ പ്ലാന്റുകൾ, അല്ലെ? ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, അതേപോലെ നമ്മുടെ എയർ ട്രാഫിക്കിംഗ് കൺട്രോൾ സിസ്റ്റം ഉണ്ടല്ലോ, വ്യോമഗതാഗത നിയന്ത്രണ സംവിധാനം. ഇനി അതേപോലെ ഗ്യാസ് ഗ്രിഡ് ഉണ്ടല്ലോ, ഗ്യാസ് ലൈൻ ഗ്രിഡുകൾ. ആ ഗ്യാസ് ലൈൻ ഗ്രിഡുകൾ, ടെലികോം മുതലായിട്ടുള്ള സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള നെറ്റ്വർക്കുകളിലൊക്കെ നുഴഞ്ഞു കയറിയിട്ട് സൈബർ ആക്രമണം നടത്തിയിട്ട് ഈ വിഭാഗങ്ങൾ തകരാറിലാക്കുന്നു. അങ്ങനെ ലോകവ്യാപകമായിട്ട് ഭരണകൂടങ്ങൾക്കെതിരായി ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ട് ആ ഭരണ വ്യവസ്ഥയെ തകർക്കുക അല്ലെങ്കിൽ സ്തംഭിപ്പിച്ചു നിർത്തുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് സൈബർ ടെററിസം എന്നാണ് പറയുന്നത്. ഇത്തരത്തില് 2011, 2010 കാലഘട്ടങ്ങളിൽ ഇറാന്റെ ഒരു ന്യൂക്ലിയർ പവർ പദ്ധതിയെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളഞ്ഞ ഒരു സൈബർ കുറ്റകൃത്യമുണ്ട്, അല്ലെങ്കിൽ സൈബർ ടെററിസം, ഒരു ബോംബുണ്ട്, ഒരു പുഴു എന്ന് നമ്മൾ പറയും. അതിന്റെ പേരാണ് ടക്സ്നെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ടക്സ്നെറ്റ് 2010-11 കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു പുഴു അല്ലെങ്കിൽ സൈബർ വോമിന്റെ പേരാണ് ടക്സ്നെറ്റ് എന്ന് പറഞ്ഞൊരു പുഴു അല്ലെങ്കിൽ സൈബർ വോം ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി അടുത്ത പരിപാടിയാണ് വെബ്സൈറ്റ് വികൃതമാക്കുന്ന പരിപാടിയുണ്ട്. അത് ആരാണ് വെബ്സൈറ്റ് വികൃതമാക്കുന്നത്? അല്ലെ? വെബ്സൈറ്റ് വികൃതമാക്കാനുള്ള പ്രവർത്തനം നടത്തുന്നത് ആരാണ്? അവിടെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? അതായത് വെബ് ഡീഫേസ്മെന്റ് എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മൾ പറയുന്നത് ഡിഫമേഷൻ എന്നല്ലേ പറയണത്. വെബ് ഡിഫമേഷൻ എന്ന് പറയുന്ന ഒരു പദം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. വെബ് ഡിഫമേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഒരു വെബ് പേജിന്റെ ദൃശ്യം തന്നെ അങ്ങോട്ട് മാറ്റുന്നു. അങ്ങനെ ആ ഒരു പേജ് മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളയുന്ന പരിപാടിയാണ്. അതായത് ഈ ഒരു വിനോദം എന്ന നിലയിലാണ് പല ആൾക്കാരും ചെയ്യുന്നത്. അതായത് ഒരു വെബ്സൈറ്റിന്റെ ഒരു മുഖചിത്രം ഉണ്ടാകുമല്ലോ, നേരെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആ മുഖചിത്രത്തിന് മാറ്റം വരുത്തിയിട്ട് വേറെ ആരുടെങ്കിലും പടമൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായി, അല്ലെ? അപ്പൊ എന്തായിരിക്കും ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതാണ്, അതായത് ഒരു വെബ്സൈറ്റ് നമുക്ക് PSCയുടെ വെബ്സൈറ്റ് നമ്മൾ തുറന്നു നോക്കാൻ വേണ്ടി കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഈഫൽ ടവറിന്റെ പടമോ അല്ലെങ്കിൽ എന്തായിരിക്കാം പിസയിലെ ചെരിഞ്ഞ ഗോപുരമോ ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഓർത്തേക്ക് എന്തായിരിക്കാം PSCയുടെ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് ഓർത്തേക്കാവുന്നില്ല കേട്ടോ. പിന്നെ സർക്കാരിന്റെ വെബ്സൈറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഹാക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? സർക്കാരിന്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ നിന്നും തടസ്സം സൃഷ്ടിക്കുക, അതുവഴി സർക്കാർ ഒരു പരാജയമാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഈ ഭരണ വെബ്സൈറ്റുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളുണ്ട്. അതായത് അറ്റാക്ക് അഗെയിൻസ്റ്റ് ഈ ഗവേണൻസ് സൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ അതെന്താണ്? സർക്കാർ സേവനങ്ങളുടെ ലഭ്യത എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇല്ലാതെയാക്കുക എന്നൊരു നയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സർക്കാർ സേവനങ്ങളുടെ ആ ഒരു ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കാലയളവിന് താമസം വരുത്തുക എന്നൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന ശ്രേണിയിൽപ്പെടുന്നത്. അപ്പൊ നമ്മൾ നോക്കിയ ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ നമ്മൾ നോക്കി, അല്ലെ? അതിനു മുമ്പ് നമ്മൾ നോക്കിയത് എന്തായിരിക്കാം? സ്വത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ നോക്കി. അതിനു മുമ്പ് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ നോക്കി. അതിനു മുമ്പ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നോക്കിയത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി രാജ്യത്ത് നിലവിൽ വന്ന നിയമത്തെ പറ്റിയും നമ്മൾ നോക്കി, അല്ലെ? അപ്പൊ നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലേക്ക് ജസ്റ്റ് ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് തുടർന്ന് നമ്മൾ അങ്ങോട്ട് അടുത്ത ക്ലാസ്സിലൂടെയും മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ